അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കോമൺ ക്വസ്റ്റ്യൻ വരുന്നത് ഇപ്പം ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈനിൽ ഏതാണ് നല്ലത് എന്നുള്ളൊരു ചോദ്യം പൊതുവെ വരാറുണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന കോഴ്സ് ഓൺലൈനാണോ, അതേപോലെ തന്നെ അത് ഓൺലൈൻ ആണെങ്കിൽ എത്രത്തോളം എഫക്റ്റീവാണ് ഈ ഒരു കോഴ്സ്? കാരണം ഈ ഒരു കോഴ്സിൽ പൊതുവെ അസൈൻമെൻറ്റ്സ് ഉണ്ടാവാം, ചിലപ്പം ലൈവ് പ്രൊജക്ട്സ് ഉണ്ടാവാം. അപ്പോൾ ഈ ഒരു ഓൺലൈൻ കോഴ്സ് എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളൊരു ചോദ്യം മിക്കവാറും ഉയർന്നു വരാറ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എൻ്റെ കമ്പനി തന്നെയാണ്. എൻ്റെ കമ്പനിയുടെ വർക്കിംഗ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മിഡിൽ ഈസ്റ്റിൽ വർക്ക് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഓപ്പറേഷൻസ് ഫുള്ള് ഇന്ത്യയിലാണ് നടക്കുന്നത്. അവിടെ നമുക്ക് MEP ഉണ്ട്, സിവിലുണ്ട്, ദെൻ സ്ട്രക്ചറിൽ അങ്ങനെ സിവിലിൻ്റെ പാർട്ടുണ്ട്. സോ ഈ ഒരു കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഓൺലൈനാണ്. നമ്മൾ ത്രൂ ഔട്ട് കമ്മ്യൂണിക്കേഷൻ ഓൺലൈനിലാണ്. ദെൻ ക്ലയൻറ്റ് ഫേസ് ഉണ്ടാവും. ഇത് MEP ഡിസൈൻ കോഴ്സാണ്. ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സിക്യൂഷന് മുമ്പ് ചെയ്യേണ്ട കാര്യം, ഓഫീസ് ജോബാണ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ഓഫ്ലൈനിനെക്കാട്ടും കൂടുതൽ ഇങ്ങനത്തെ കാര്യങ്ങൾ കമ്പനിയുടെ ഒരു മിഡിൽ ഈസ്റ്റിലെ കമ്പനി അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ കമ്പനീസിൻ്റെ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഒരു പാർട്ടായിട്ട് ഒരുപാട് കമ്പനീസ് ഇതൊരു പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ കോവിഡ് പല കാര്യങ്ങളും ഓൺലൈനാണ്. മുമ്പ് ഒരു സൂം കോൾ അല്ലെങ്കിൽ ഒരു ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന സാധനം എടുക്കുന്ന ആൾക്കാർ കുറവാണ്. അത് ഫേസ് ടു ഫേസ് ഇരുന്ന് കാണുന്നതാണ്. ഇപ്പം അങ്ങനെയല്ല. നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടോ? ലെറ്റ്സ് ഡു ഇറ്റ്. നമ്മളുടെ വർക്കിംഗ് കൾച്ചറാണെങ്കിൽ അതാണ്. സോ നമ്മൾ ഈ ഓൺലൈനിൽ കോഴ്സ് കൊടുക്കുമ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ട്, ടെക്നോളജി ബേസുള്ള കാര്യങ്ങൾ അറിയണം. വേറെ ബിടെക് കഴിഞ്ഞ ആൾക്കാർ ചിലപ്പോൾ സ്ക്രീൻ ഷെയർ ചെയ്യാൻ അറിയില്ല, ഗൂഗിൾ ചാറ്റ് ചെയ്യാൻ അറിയില്ല, ഗ്രൂപ്പ് മീറ്റിംഗ് റൂം സ്പ്ലിറ്റ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് എന്താ പറയുക, നമ്മൾ ഓൺലൈനിൽ ചെയ്യുമ്പം ഗ്രാജുവലായിട്ട് ഇതെന്താ ആഡ് ഓൺ ആയിട്ട് പഠിക്കാമെന്നൊക്കെ പറയില്ലേ. ഓക്കെ, അതാണ്. ദെൻ ഓഫ് കോഴ്സ് ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഡിഫറൻഷിയേഷൻ കുറവാണ്. ബേസിക്കലി നമ്മളുടെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ കമ്പനിയിൽ ഇപ്പോൾ ക്ലൈൻ്റായിട്ടും ഡിസ്കഷന് വരികയാണെങ്കിൽ പോലും ലെറ്റ്സ് ഡു ഇറ്റ് ഗൂഗിൾ മീറ്റ് അല്ലെങ്കിൽ സൂം മീറ്റ് അല്ലെങ്കിൽ ടീം മീറ്റ്, അതേ പറയുള്ളൂ. നിങ്ങൾ ഇവിടുന്ന് ഫ്ലൈ ചെയ്യണം, അവിടെ വരണമെന്ന് പറയണം എന്നുള്ള കാര്യങ്ങൾ കുറഞ്ഞ്. സോ ആ ഒരു ബിഹേവിയറിലേക്കാണ് ഇനിയുള്ള പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാർ പോകുന്നതും. നമ്മളുടെ കോഴ്സ് ഓൺലൈനായിട്ട് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൺലൈനിൽ യൂസ്ഫുള്ളാണ്, 100% യൂസ്ഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഓൺലൈനിൽ ചെയ്യുന്നത്. സോ കമ്പയർ ടു ഓഫ്ലൈനാണ് ഓൺലൈൻ കുറച്ചും കൂടി ടെക്നോളജി ബേസ് നമ്മൾ കൂടുതലായിട്ടാണ് ഓൺലൈനിൽ വരുന്നത്.